സദ്യയിൽ അട കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് പ്രഥമൻ പപ്പടവും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ട അല്ലേ. തയ്യാറാക്കാനായി ഞാൻ 250 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് തന്നെ ചോദിച്ചു വാങ്ങണം. 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്കായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ പരിപ്പിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ നിറം ആകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. തിളപ്പിച്ച 1/2 ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ആവിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കർ മാറ്റി വെക്കാം. ഈ സമയം 100 ഗ്രാം ചവ്വരി നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലിട്ട് 1 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. ഇല്ല എങ്കിൽ 1 മണിക്കൂർ മുന്നേ നമ്മൾ ചവ്വരി കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം. ഇതിലേക്കായി 400 ഗ്രാം ശർക്കര വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് അതിന്റെ പൊടിയൊക്കെ മാറ്റി അരിച്ചെടുക്കാം. ഈ പുറമെ തെളിഞ്ഞു വരുന്ന പാട ഒരു സ്പൂൺ വെച്ച് മാറ്റി കൊടുക്കണം. ഈ സമയം നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ടാവും. ഇത് കുക്കറിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കഷ്ണവും അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇവയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തുടർന്ന് അതിലേക്ക് വെന്ത ചവ്വരി അല്ലെങ്കിൽ കുതിർത്ത ചവ്വരി ഇട്ട് കൊടുക്കാം. വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് കൈവിടാതെ ഇളക്കിയെടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ നല്ലൊരു വേവിലേക്ക് ചവ്വരിയെ എത്തിക്കാൻ പറ്റില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പരിപ്പും ചവ്വരിയും ഈ ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കുറച്ചൊന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ സമയമെല്ലാം നമ്മുടെ ഫ്ലെയിം ലോയിലോ മീഡിയത്തിലോ ആയിരിക്കണം. ഇല്ലെങ്കിൽ നന്നായിട്ട് അടിയിൽ പിടിച്ച് നാശമായി കിട്ടും. 2ാം പാലിൽ കിടന്ന് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് മാറുന്ന ഒരു പരുവത്തിൽ എത്താം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറുകിയ തേങ്ങയുടെ 1ാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കൈവിടാതെ ഇളക്കിയെടുക്കണം. പിന്നെ അത് തിളയ്ക്കാനൊന്നും പാടില്ല. അത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ചതച്ച 5-6 ഏലക്ക, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇതോടെ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുറച്ച് സമയം ഇരുന്ന് തിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതിയാവും.